നല്ലൊരു സാമ്പാർ വെച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടി നന്നാവണം അല്ലേ. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒരു സാമ്പാർ പൊടി വീട്ടിലുണ്ടാക്കിയിട്ട് അത് വെച്ചൊന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കണേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടിയിലും നല്ല മണവും രുചിയും എല്ലാം കൂടുതലാണ് നമ്മൾ ഇതുപോലൊരു സാമ്പാർ പൊടി വെച്ച് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ. ഒത്തിരി ചേരുവകളൊന്നും വേണ്ട, സിമ്പിളായിട്ടൊരു സാമ്പാർ പൊടി തയ്യാറാക്കാൻ. അതിനായിട്ട് ഇതാ ഒരു കപ്പ് അളവിന് മല്ലി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് അളവിൽ എടുത്താൽ മതി. അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 1/4 ഗ്ലാസ്സിൽ കുറച്ച് കുറവാണ് ഞാൻ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. അടുത്തത് വേണ്ടത് അരിയാണ്. ഏത് അരി വേണേലും നിങ്ങൾക്ക് എടുക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. അരിയും ഉഴുന്നും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് ഉലുവ 1/4 കപ്പിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. മുളക് വേണം. ഈ മുളക് കാശ്മീരി മുളക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പാർ പൊടിക്ക് നല്ല കളറ് കിട്ടും. നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 12ഓളം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതാ കായമാണ്. കായം ഞാനിവിടെ പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വറുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമേ നമ്മളിത് ചേർക്കുകയുള്ളൂ. കട്ടക്കായാണ് എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ കട്ട എടുക്കാം. അത് നമ്മളിത് വറക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വറുത്തെടുക്കാം. ഇനി ഈ കായപ്പൊടി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതൊരു ചെറിയ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 4 സാമ്പാറൊക്കെ വെക്കാനുള്ള പൊടിയേ ഉള്ളൂ. ഈ സാമ്പാർ പൊടി കുറച്ചൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഓരോന്നും സെപ്പറേറ്റ് തന്നെ വറുത്തെടുക്കണം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഞാൻ മറന്നുപോയി, അതുകൊണ്ട് സെപ്പറേറ്റ് ഇതാ ഞാൻ വറുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുക ചെയ്തത്. ഇപ്പോൾ ഇതാ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ വരെ കളറൊക്കെ നന്നായിട്ട് മാറിയിരിപ്പുണ്ട്. ആ കടലപ്പരിപ്പിൻ്റെ കളറ് മാറി വരുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു പരുവം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കായപ്പൊടി ചേർക്കാം. ആ പരിപ്പിൻ്റെയൊക്കെ ഒരു ചൂട് മതി നമുക്കിത് മൂത്ത് കിട്ടാൻ. നമ്മൾ പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ആ കറിവേപ്പില ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇത് പൊടിച്ചെടുക്കാൻ. ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാനും ശ്രദ്ധിക്കുക. സാമ്പാർ പൊടി ഏറ്റവും നല്ലത് ഒട്ടും തരിയില്ലാതെ നല്ല നൈസായിട്ടിരിക്കുന്നതാണ്. ഇതുപോലൊരു സാമ്പാർ പൊടി ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് സാമ്പാർ വെച്ച് നോക്കണേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ സാമ്പാർ പൊടിയിലും എന്ത് വ്യത്യാസമാണെന്നറിയോ. ഇനി നമുക്കിത് ഇതുപോലുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. അതുണ്ടാക്കിയാൽ ഉടനെ ഇത് അടച്ച് സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ മണം എല്ലാം കുറയും. ഈ സാമ്പാർ പൊടി വെച്ച് നല്ല തനതായ രുചിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വെറൈറ്റി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്